അഖിൽമാരാറിന്റെ ആരോപണങ്ങളിൽ അടുത്തതിലേക്ക് വരാം. അതായത് ബിഗ് ബോസ് എപ്പോഴും ഫേവറിസം കാണിക്കുന്നു എന്നൊരു നിലപാട് അഖിൽമാരാർ നടത്തിയിരുന്നു. അതായത് ഇപ്പോൾ അതിന് ഉദാഹരണമായിട്ട് ഇപ്പോൾ പറയുകയാണെങ്കിൽ നമുക്ക് പറയാം, ഇപ്പോൾ സീസൺ 6 ഏറ്റവും കൂടുതൽ നെഗറ്റീവ് ഫേസ് കിട്ടിയിരിക്കുന്ന ഒരു കണ്ടസ്റ്റന്റ് ആണ് ജാസ്മിൻ. ജാസ്മിൻ ഇപ്പോഴും ആ ഷോയിൽ നിലനിൽക്കുന്നുണ്ട്. അപ്പോൾ ചോദിക്കുകയാണ്, ഈ വോട്ടിംഗ് എന്തെങ്കിലും കൃത്രിമമുണ്ട്, അല്ലെങ്കിൽ ഒരു ജെനുവിനിറ്റി ഇല്ലേ? കാരണം ഇത്രയും നെഗറ്റിവിറ്റി പബ്ലിക്കിന്റെ ഇടയിൽ ഉണ്ടായിട്ടും അവൾ എന്തുകൊണ്ട് ഇത് നിൽക്കുന്നു? അപ്പോൾ എങ്ങനെയാണ് ഫേവറിസം എന്നൊരു കണ്ടന്റ് ഈ ബിഗ് ബോസിനുണ്ടോ? സ്ത്രീകൾക്ക് ഫേവറിസം കൊടുത്തോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഒരു തവണ ജാസ്മിൻ ഇങ്ങനെ ഭയങ്കരമായിട്ട് കരഞ്ഞപ്പോ നീ ഇവിടുത്തെ സ്ട്രോങ് മത്സരാർത്ഥിയാണ്, പിടിച്ചു നിൽക്കണം എന്ന് പറഞ്ഞിട്ട് ബോസ് സമാധാനിപ്പിക്കുന്ന ഒരു വീഡിയോ ഞാൻ കണ്ടിരുന്നു. പക്ഷെ അത് ഒരിക്കലും ഒരു ഫേവറിസ് ആയിട്ടല്ല ഞാൻ വിലയിരുത്തുന്നത്. അവിടെ ജാസ്മിൻ എന്ന് പറഞ്ഞ കണ്ടസ്റ്റന്റ് കണ്ണീരാണെങ്കിൽ കണ്ണീര്, അതിന് ഇനിയിപ്പൊ നെഗറ്റിവിറ്റി പ്രേമം കണ്ടന്റ് ആണെങ്കിൽ അത് ജാസ്മിന്റെ കയ്യിലുണ്ട്. പിന്നെ വൃത്തിയില്ലായ്മ, ഇതൊക്കെ ഇനി ജാസ്മിൻ എന്ന് പറഞ്ഞ ഒരു വ്യക്തി എടുത്ത് ഫേവർ എന്ന് പറയുന്ന സാധനം, ഒരാള് നമുക്ക് ഫേവർ ചെയ്യാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് ദോഷമായിട്ടുള്ളതൊന്നും ചെയ്യാതിരിക്കുക എന്നുള്ളതാണ്. ഇവിടെ ബിഗ് ബോസ് എന്താ ചെയ്തിരിക്കുന്നത്? ബിസിനസ് ആണ് ചെയ്തിരിക്കുന്നത്. ഇപ്പോ ലാലേട്ടൻ ലൈവിൽ വരുന്നു, ജാസ്മിന്റെ വൃത്തിയില്ലായ്മയെ ചോദ്യം ചെയ്യുന്നു. അതൊരു വ്യക്തിക്ക് കിട്ടാവുന്ന ലോക ഇൻസൾട്ട് ആണ്. നമ്മൾക്ക് വൃത്തിയില്ല എന്നുള്ളത് നാട്ടുകാർ മുഴുവനും പറയുന്ന ഒരു ഇത്രയും ലോക ജനങ്ങൾ കേൾക്കുന്ന ഷോയില് ഹൈജീൻ ഇല്ലല്ലോ എന്ന് പറഞ്ഞ് ഇത്ര ഒരു ഇൻഫ്ലുവൻസറിനെ കളിയാക്കുന്നു, ആ രീതിയിൽ താറടിക്കുന്നു. അപ്പൊ അതൊരു നെഗറ്റീവ് കണ്ടന്റ് ആയിട്ട് പുറത്തേക്ക് പോയി. ഇനി നിങ്ങളുടെ പ്രേമാണോ ഇത്, ഫ്രണ്ട്ഷിപ്പ് ആണോ, ഇതിനൊരു ക്ലാരിറ്റി തരാൻ പറഞ്ഞിട്ട് അതിനെ കുറിച്ച് ചോദിക്കുന്നു. ജാസ്മിൻ എന്ന് പറഞ്ഞ 23 വയസ്സുള്ള പെൺകുട്ടി എന്തൊക്കെ നെഗറ്റീവ് തിങ്സ് കാണിച്ച് കൂട്ടുന്നു എന്നുള്ളതിന്റെ എല്ലാ ഉത്തമ ഉദാഹരണങ്ങളും നമ്മുടെ മുന്നിൽ ഷോ ആയിട്ട് വീഡിയോ ആയിട്ട് കാണിച്ചു തരുന്നത് ചാനലാണ്. അവർക്കത് ബിസിനസ് ആണ്. അപ്പൊ അതുകൊണ്ട് ഒരു പ്രത്യേകിച്ച് ഒരു സ്ത്രീയോടോ പുരുഷനോടോ ഒരു ഇത്രയും വലിയൊരു പ്രസ്ഥാനത്തിന് ഒരു ഫേവറിസം കാണിക്കേണ്ട ഒരു കാര്യമില്ല. അവർക്കത് പക്കാ ബിസിനസ് ആണ്. അപ്പോൾ മാർക്കറ്റിംഗ് മാത്രമാണ് ഈ ജാസ്മിന്റെ കാര്യം, അല്ലെങ്കിൽ ഫേവറിസം കണ്ടന്റ്. ഇനി ബോസ് എന്തുകൊണ്ട് ഇങ്ങനെ ഒരു കണ്ടന്റ് ഇടാൻ തയ്യാറാകുന്നു? അത് പ്രേക്ഷകരുടെ ഇൻഫ്ലുവൻസ് അതിലുണ്ട്. ഇപ്പോ ഈ ഒരു സീസൺ തൊട്ട് പറയാണ്, ഇങ്ങനെ ഒരു പ്രേമത്തിന്റെ കണ്ടന്റ് ഞങ്ങൾ ആഗ്രഹിക്കുന്നില്ല, അടുത്ത സീസണിൽ ഇത് മാറ്റി പിടിക്കണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരുപക്ഷെ ആ ഒരു കണ്ടന്റ് ആയിരിക്കില്ല പോകുന്നത്. ഇവർക്ക് ഒരുപാട് സീരിയൽസിലുള്ള കണ്ടന്റുകൾ, അമ്മായിമ്മപ്പോര്, തമ്മിലുള്ള അടി, ഈ കാര്യങ്ങളൊക്കെ എങ്ങനെയാണ് ഓഡിയൻസിലേക്ക് എത്തുന്നത്? ഓഡിയൻസ് ഈ വക കാര്യങ്ങൾ, തമ്മിൽ അടി കൂടുന്നതും അല്ലെങ്കിൽ അങ്ങോട്ടും ഇങ്ങോട്ടും ചീത്ത പറഞ്ഞ് കല്ലെറിയുന്നതും അല്ലെങ്കിൽ പ്രേമം, ഈ വക ആളുകൾ അതൊന്നും ഇഷ്ടപ്പെടുന്നില്ല എന്നുണ്ടെങ്കിൽ പോലും അവർക്ക് ചീത്ത പറയാൻ, അല്ലെങ്കിൽ അവർക്ക് ഇപ്പൊ എന്തെങ്കിലുമൊക്കെ നമ്മൾ ജോലി സമയമൊക്കെ കഴിഞ്ഞ് ഒന്ന് ഫ്രസ്ട്രേറ്റഡ് ആയിട്ട് ഇരിക്കുന്ന സമയത്തായിരിക്കും നമുക്ക് രണ്ടെണ്ണം പറയാനായിട്ടൊരു ഏതകളെ കിട്ടുക. അപ്പൊ ആ ഒരു കൈൻഡ് ഓഫ് ഒരു നമ്മൾ ഒരു പ്ലഷറിന് ചായ ഒക്കെ കുടിക്കില്ലേ, അതുപോലെ ഇങ്ങനെ ചായ കുടിച്ചിരിക്കുന്ന സമയത്ത് ജാസ്മിനെ രണ്ട് ചീത്ത പറയാനൊരു എലമെന്റ് ആണ്. അപ്പൊ അതുകൊണ്ട് ആ ഷോയില് അവര് തുടർന്ന് പോകുന്നു എന്നുള്ളതാണ്. അപ്പൊ പെർഫെക്റ്റ് മാർക്കറ്റിംഗ് ആണ് ജാസ്മിനെ ഇപ്പോഴും ബിഗ് ബോസിൽ പിടിച്ചു നിർത്തുന്നത് അല്ലെ? തീർച്ചയായിട്ടും.